ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അഞ്ജന എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അഞ്ജന. എനിക്ക് 34 വയസ്സുണ്ട്. വിവാഹിതയാണ്. ഒരു കുട്ടിയുമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ എൻ്റെ വിവാഹ ജീവിതം വളരെ നല്ലതായിരുന്നു. അമ്മായച്ചനും അമ്മായിയമ്മയും ഞാനും ഭർത്താവുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. എൻ്റെ അമ്മായിമ്മ വളരെ സ്ട്രിക്റ്റായ ഒരു സ്ത്രീയായിരുന്നു. അമ്മായച്ചനും അവരെ പേടിയാണ്, എൻ്റെ ഭർത്താവിനും അവരെ പേടിയാണ്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം പുള്ളിക്കാരി പറഞ്ഞത് എല്ലാവരും അങ്ങ് കേൾക്കും. എന്നാലും ഇത്തിരി സ്നേഹമൊക്കെ ഉള്ളവരാണ്. അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 വർഷത്തിന് മുമ്പ് അമ്മായിയമ്മ അസുഖം ബാധിച്ച് പെട്ടെന്ന് മരിച്ചു പോവുകയായിരുന്നു. അത് കഴിഞ്ഞതിൽ പിന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിന് താളം തെറ്റാൻ തുടങ്ങിയത്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവമാണ് പെട്ടെന്ന് മാറിയത്. സ്വന്തം അമ്മ മരിച്ചു എന്നുള്ള ദുഃഖത്തിൽ കുടി തുടങ്ങിയതാണ്. പിന്നീട് കൂട്ടുകാരുമായിട്ടൊത്ത് എവിടെയെങ്കിലുമൊക്കെ പോകും. പുള്ളിക്കാരൻ തിരിച്ചു വരുന്നത് അപൂർവമാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ അതിന് റെസ്പോൺസ് ഒന്നുമില്ല. പല സ്ഥലത്തും തിരഞ്ഞു നടന്ന് ഞാനും അമ്മായിച്ചനും കുഞ്ഞും കൂടി ഒത്തിരി ബുദ്ധിമുട്ടി. ഇത്രയും പെട്ടെന്ന് സാഹചര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമുണ്ടായിരുന്നു. അമ്മായപ്പന് ചെറിയൊരു പെൻഷനുണ്ട്, അതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഭർത്താവിന് സാമാന്യം നല്ല സാലറിയുള്ള ജോലിയാണ്. അയാൾ അതുകൊണ്ട് മുഴുവനും കുടിച്ച് നശിപ്പിക്കുകയാണ്. വീട്ടിലേക്ക് തരുന്നില്ല. എത്ര പറഞ്ഞിട്ടും ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടും പുള്ളിയുടെ സ്വഭാവം മാറിയില്ല. ആകെ ആ വീട്ടിൻ്റെ സന്തുലിതാവസ്ഥയിൽ പോയി മാഡം. ഞാൻ ശരിക്കും വെട്ടിലായി. കാരണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. അവിടെ എൻ്റെ അച്ഛനും അമ്മയൊന്നുമില്ല. എൻ്റെ മൂത്ത ചേട്ടനാണ് എന്നെ കല്യാണം കഴിച്ചു വിട്ടത്. എനിക്കിനി അവിടെ ഒന്നുമില്ല. അതിന് മാത്രം സമ്പത്തുള്ളൊരു ഫാമിലിയുമല്ല. ഇനി തെരുവിലിറങ്ങിപ്പോയി ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനും യാതൊരു വിധത്തിലുള്ള യോഗ്യതയില്ല. ഒരു ഡിഗ്രിയുണ്ട്, എന്നാലും എനിക്ക് വേറൊരു ജോലിയിലും എക്സ്പീരിയൻസ് ഇല്ല. ഇനിയിപ്പോൾ വല്ല ടെക്സ്റ്റൈൽസിലെ മറ്റു പോയി നിൽക്കേണ്ടി വരും എന്ന് ഞാൻ ഓർത്തു. ഞാൻ അമ്മായച്ചനോട് ഈ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, തൽക്കാലം നമുക്ക് തിന്നാനും കുടിക്കാനും ഒന്നും ഒരു പ്രശ്നവുമില്ലല്ലോ, നമുക്കവനെ ശരിയാക്കിയെടുക്കാൻ നോക്കാം. എന്തായാലും പെട്ടെന്ന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിച്ചത്, അതിൽ നിന്ന് കര കയറാൻ ഇത്തിരി പ്രയാസമാണ് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. പുള്ളി അപാര ധൈര്യമുള്ള ഒരാളാണ്. പക്ഷേ സ്വന്തം ഭാര്യയെ ഭയങ്കര പേടിയായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റാരെയും പുള്ളിക്കാരന് പേടിയില്ല. പുള്ളി ഭാര്യ മരിച്ചതോടുകൂടി നല്ല ഉഷാറാകുകയാണ് ചെയ്തത്. പണ്ട് ഡെസ്പായിരിക്കുന്നൊരു മനുഷ്യനാണ്. ഏതോ ഒരു ബാധ ഒഴിഞ്ഞു പോയതുപോലെയാണ് പുള്ളി പെട്ടെന്ന് നല്ല ഊർജ്ജസ്വലനായത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹവും. ഭർത്താവിന് എന്നിലുള്ള എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടു. അങ്ങേർക്ക് എന്നോട് യാതൊരു താല്പര്യമില്ല മാഡം. ഞാൻ അങ്ങോട്ട് ചെന്നാലും പുള്ളി തട്ടിമാറ്റുകയാണ്. ചില സമയത്ത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക് ബോധം. പക്ഷേ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ആ കാശൊക്കെ എവിടെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഉത്തരമില്ല. പതിയെ ഞങ്ങൾക്ക് 2 പേർക്ക് മനസ്സിലായി, പുള്ളിക്ക് കുടി മാത്രമല്ല വേറെ ഏതോ ബന്ധവുമുണ്ട്. അച്ഛൻ തന്നെ പോയി അത് കണ്ടുപിടിച്ചു. അവിടെ ഭർത്താവ് മരിച്ചുപോയ ഒരു സുന്ദരിയായ സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കൂടാണ് എൻ്റെ ഹസ്ബൻഡ്. കുടിക്കുന്നു എന്നൊക്കെ ഉള്ളത് അദ്ദേഹം എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അവൾക്ക് ചിലവിന് കൊടുത്ത് സുഖമായി അവിടെ താമസിക്കുകയാണ്. അവളും കുടിക്കുന്ന ടൈപ്പാണത്രേ. 2 പേരും കൂടെ കുടിച്ച് കൂത്താടി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്നത്. ഇതിനെ ചൊല്ലി വഴക്കുകളും തർക്കങ്ങളുമായി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഒരു ദിവസം എൻ്റെ അമ്മായച്ചൻ്റെ ഒരു ഫ്രണ്ട്, 40-45 വയസ്സുള്ള ആളാണ്. പുള്ളിക്കാരൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ 30ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. ആ വിവാഹം 2 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കുട്ടികളൊന്നുമില്ല. പിന്നീടത് എന്തോ കാരണത്താൽ പിരിഞ്ഞു. പിന്നെ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അമ്മായപ്പനോട് പറഞ്ഞു. എന്തായാലും വന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ ചായയും പലഹാരങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി വൈകുന്നേരം മാത്രമേ അദ്ദേഹം പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിൽ അത്താഴത്തിന് ചപ്പാത്തിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയി എല്ലാം ഒന്ന് ശരിയാക്കി. കുട്ടി അപ്പുറത്തെ വീട്ടിലാണ്. അവിടെ കൊച്ചു കുട്ടികളുണ്ട്. അവരുടെ കൂടെ കളിക്കാൻ പോയതാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തി മാവ് അവിടെ നിന്ന് കുഴച്ച് വെക്കാൻ തുടങ്ങിയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഒരാൾ പുറകെ വന്ന പോലെ തോന്നി. ഞാൻ ഓർത്ത് അമ്മായച്ചനാകുമെന്ന്. നോക്കിയപ്പോഴുണ്ട് ഈ ചേട്ടനാണ്. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, അല്ല മോളുടെ ഭർത്താവ് എവിടെ? ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ ഇവിടെ ഇല്ല, ഇവിടെ അല്ല താമസം, ഹോസ്റ്റലിലാണെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നമെന്ന്. അമ്മായച്ചൻ എല്ലാം എന്നോട് പറഞ്ഞു. പിന്നെ മോളുടെ ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് ചോദിച്ചാണെന്ന്. ഞാൻ പറഞ്ഞു, എല്ലാം അറിയാമെങ്കിൽ പിന്നെ ചേട്ടൻ എന്തിനാണ് എന്നോടത് ചോദിച്ചത്? ഞാൻ എന്താ പറയുന്നത്? എൻ്റെ ഭർത്താവിനെ പറ്റി കുറ്റം പറയാൻ പറ്റുമോ? വേറെ സ്ത്രീയുടെ കൂടാണ് താമസം എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കണ്ണിൽ വെള്ളം പൊടിഞ്ഞു.
പുള്ളി എപ്പോൾ പറഞ്ഞു, ആ എല്ലാം എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും മോള് ഭർത്താവില്ലാതെ ഇത്രയും ദുഃഖിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് അയാൾ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, വിട എന്തായി കാണിക്കുന്നതെന്ന്. അപ്പോഴേക്കും അയാൾ എനിക്കൊരു 100 ഉമ്മ തന്നു കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ശേഷം അയാളുടെ കൈകൾ കൊണ്ട് എന്നെ മർദ്ദിക്കുന്ന പോലെയായിരുന്നു അയാൾ പല കാര്യങ്ങളും ആവേശം കാട്ടിയത്. ഞാൻ ഉറക്കെ വിളിച്ചു, അച്ഛാ അച്ഛാന്ന്. അച്ഛനപ്പോഴേക്കും ഓടി വന്നു. പെട്ടെന്ന് ഇയാൾ ഞെട്ടി പിന്മാറി. ഞാൻ പറഞ്ഞു, അച്ഛാ എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത്? അച്ഛൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കയറി വന്ന ആളോട് അച്ഛൻ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അയാൾ അടുക്കളയിൽ വന്ന് കാണിച്ചത് എന്താണ്? എന്നെ കയറി പിടിക്കുന്നത്. ഇത് എവിടുത്തെ നാട്ടു നടപ്പാണ്? ഇതിലാണോ ഫ്രണ്ടിനെ അവിടെ വിളിച്ചു വരുത്തി സൽക്കരിച്ചത്? ഇയാൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ചപ്പാത്തി കുഴച്ച് വെച്ചത്? എന്ത് തോന്നിയാസാണ്, എന്ത് ധൈര്യമാണ് ഇയാൾക്ക് ഇതൊക്കെ കാണിക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ എന്തൊക്കെ പറഞ്ഞു. അമ്മായപ്പനെപ്പോൾ അവിടെ ഉറഞ്ഞതുപോലെ നിൽക്കുകയാണ്. പെട്ടെന്ന് അമ്മായപ്പൻ അയാളെ വഴക്ക് പറയാൻ തുടങ്ങി. നീ എന്തായി കാണിച്ചത്? നിനക്ക് സ്ഥലകാലബോധമൊന്നുമില്ലേ? വേറെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ഒരു ഇതിനാണോ നീ? നിന്റെ സ്വഭാവം എന്നാ എത്ര ചീത്തയായത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു. അപ്പോഴേക്കും അങ്ങേരി പറഞ്ഞു, അല്ല അറിയാതെ സംഭവിച്ചു പോയതാണ്. ചേട്ടൻ ഇവളുടെ കഥകളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കിവളോട് എന്തോ ഒരു ഇഷ്ടം അങ്ങ് തോന്നിപ്പോയി. കാര്യം നല്ലൊരു ഭർത്താവ് ഉണ്ടായിട്ടും അവൾ ഇത്രയും സഹിച്ചിവിടെ നിൽക്കുന്നില്ലേ? അപ്പോൾ അറിയാതെ ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് പോയതാണ്. അറിയാതെ കെട്ടിപ്പിടിച്ച് പോലും വിളിച്ചോണ്ട് പോ അച്ഛ അയാളെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ അയാളെ പിടിച്ച് വലിച്ചോണ്ട് പോയി. പിന്നെ 2 പേരും കൂടെ അവിടെ മുറിയിലിരുന്ന് എന്തൊക്കെയോ ചർച്ച ചെയ്യുകയാണ്. എനിക്കാണെങ്കിൽ വല്ലാത്ത പേടിയും വിഷമവും ഒക്കെ വന്നു. എന്തിനാണ് അയാൾ പെട്ടെന്ന് വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത്? എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കാറ് പുറപ്പെട്ടു പോകുന്നത് കണ്ടു. എന്തായാലും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായപ്പൻ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ ഞാൻ അറിഞ്ഞില്ല അവൻ അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നോ. ഇതൊക്കെ ആഗ്രഹമാണോ, അഹങ്കാരമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എടി അങ്ങനെയല്ല, അവൻ എൻ്റെ ആത്മാർത്ഥമായുള്ളൊരു സുഹൃത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴാണ് ഇത്രയൊക്കെ സഹിച്ച് നീ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നു, സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് നിൻ്റെ മേൽ ഒത്തിരി ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നി. ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുന്ന പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നതാണോ അങ്ങയുടെ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ പറഞ്ഞു, എടി അവൻ അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല, ജെന്റിൽമാനായിരുന്നു. ഇത്രയും നാളായിട്ട് അവൻ്റെ അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം അത് പരാജയപ്പെട്ട ശേഷം അവന് വേറെ കല്യാണം കഴിക്കണം പോലുമില്ലായിരുന്നു. ജോലി ചെയ്ത് അവൻ ജീവിക്കുകയാണ്. ഒരിക്കൽ പോലും ഒരു പെണ്ണുമായും ചേർത്ത് അവൻ്റെ ഒരു കഥ കേട്ടിട്ടില്ല. എന്തായാലും എനിക്കല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അമ്മായച്ചൻ എൻ്റെ ചുമലിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എടി അവൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഭയങ്കര സുന്ദരിയാണെന്ന്. അത് കഴിഞ്ഞ ശേഷം സംസാരിച്ചിരുന്നിട്ടാണ് അങ്ങോട്ട് വന്നത്. എനിക്ക് തോന്നുന്നത് അവന് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത ആകർഷണം തോന്നിക്കാണും. അവൻ കെട്ടുകയും വാഴിക്കുകയൊന്നും ചെയ്യാൻ നിൽക്കുകയല്ലേ. നിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സ് തോന്നി വന്ന് കെട്ടിപ്പിടിച്ചതായിരിക്കുമെന്ന്. എന്നാലും അച്ഛാ അയാൾ ചെയ്ത് ശരിയല്ലല്ലോ. ശരിയല്ലേ മോളെ എന്ന് വെച്ച് നമ്മളിപ്പോൾ നാട്ടുകാരെ കൂട്ടാൻ പറ്റുമോ? അച്ഛനെ കാണാൻ വേണ്ടി വന്ന ആളല്ലേ. ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? അതുകൊണ്ട് മോള് തൽക്കാലം അതങ്ങ് മറക്കൂ. അവൻ നല്ല സ്നേഹമുള്ളവനായിരുന്നു. ഇങ്ങനെ തലതിരിഞ്ഞു പോയത് എന്താണെന്ന് എനിക്കറിയില്ല. അവൻ്റെ കാര്യം നമുക്ക് കളയാം, ഇതങ്ങ് മറക്കാം മോളെ എന്ന് പറഞ്ഞു. ഞാനും പിന്നൊന്നും പറയാൻ പോയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു, അവൻ എന്നെ വിളിച്ചിരുന്നു. പോയതിൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇപ്പോൾ വിളിച്ചിട്ട് ഫോണിൽ കൂടെ കരയുകയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. നിന്നെ കണ്ടപ്പോൾ നിൻ്റെ സംസാരവും ചിരിയും നിൻ്റെ രൂപമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ തലച്ചോറ് പോലും മത്തു പിടിച്ചെന്നാവൻ പറഞ്ഞത്. വൃത്തികെട്ടവൻ എന്തൊക്കെയായി പറഞ്ഞത്? അന്യൻ്റെ ഭാര്യയെക്കുറിച്ചാണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, അവൻ്റെ മൈൻഡ് സെറ്റപ്പ് നിന്നെ കണ്ടപ്പോൾ മാറിപ്പോയി മോളെ. പിന്നെ അവൻ വേറൊരു കാര്യം പറയുകയാണ് എന്നോട്. എന്താച്ചാ എന്താണ് പറഞ്ഞത്? എടി അവൻ പറയുകയാണ്, എന്തായാലും നിൻ്റെ ഭർത്താവും നീയും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അയാൾക്കെന്താ? നീ കിടന്ന് ചാടാതെ, ഞാൻ പറയാം. എൻ്റെ മോളെ, അതിനു മുമ്പ് നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ മകനെ കൊണ്ട് ഭർത്താവ് എന്നുള്ള നിലയിൽ നിനക്ക് പ്രയോജനമില്ല. പണം കിട്ടുമോ? അതുമില്ല. നിനക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണോ? അതുമില്ല. നമ്മുടെ കയ്യിൽ പണം വളരെ കുറവാണ്. ഒന്നുമില്ല. നമ്മൾ 3 മനുഷ്യജീവനുകൾ എങ്ങനെയാണ് പഴയതുപോലെ സുഖകരമായിട്ട് ജീവിക്കുക? നിനക്ക് ഒരു ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അതിനെക്കുറിച്ച് പേടിയുമാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് കാലാകാലം മുന്നോട്ട് പോകുക? നിൻ്റെ ഭർത്താവിനെ തിരുത്തിയെടുക്കാൻ എനിക്കോ നിനക്കോ കഴിയുന്നില്ല. ഇതും അയാൾ പറഞ്ഞതുമായിട്ട് എന്താ ബന്ധമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ ധൃതി വെക്കാതിരിക്കൂ, ഞാൻ പറയാം. നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്. ഇനി അവൻ്റെ സിറ്റുവേഷൻ ഞാൻ പറയാം.
അവന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളുണ്ട്, നിക്ഷേപമുണ്ട്, വസ്തുക്കളുണ്ട്. പക്ഷേ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ജീവിതം പരാജയപ്പെട്ടു. പിന്നീട് അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവൻ ഒരു സ്വതന്ത്രനാണ്. അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അവന് നിന്നോട് നല്ല താല്പര്യമുണ്ട്. ഇത്രയും കാലമായിട്ട് പെണ്ണുങ്ങളിൽ മയങ്ങാതിരുന്നവൻ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടത്തോടു കൂടി അത്രയും വേഗം പ്രവർത്തിച്ചു. അപ്പം മോളെ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം മാറ്റാം. എന്താ അച്ഛായി പറഞ്ഞത്? ഞാൻ പറഞ്ഞത് പച്ചവെള്ളം പോലെ നിനക്ക് മനസ്സിലായി. എന്നിട്ട് നീ അഭിനയിക്കുകയാണ്. അച്ഛാ, എടീ, ഒരു പ്രശ്നവുമില്ല. അവൻ നല്ല സ്നേഹമുള്ളവനാണ്. നിൻ്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിൻ്റെ അടുത്ത് വന്ന് അവൻ എത്ര നാളായി? നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. വെറുതെ എന്തിനാണ് ജീവിതം പാഴാക്കി പോകുന്നത്? ഇയാൾക്ക് 45 വയസ്സുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അതീവ സുന്ദരനാണ്. വലിയ ഹൈ ക്ലാസ് ടീമാണ്. അങ്ങനെ കണ്ടാൽ ഒരു 38 വയസ്സല്ലേ പറയുകയുള്ളൂ. എന്താണ് സൗന്ദര്യത്തിൽ കുഴപ്പം? നിൻ്റെ ഭർത്താവ് കുടിച്ച് വേറൊരു പെണ്ണിനോട് താല്പര്യം കൂടി നടക്കുന്നു. അവിടെ അവൻ കറക്റ്റായിരിക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നീ ഇങ്ങനെ മുരടിച്ചു പോകുന്നതിന് പകരം അവനെ രഹസ്യമായിട്ട് സ്വീകരിക്കുക. അവൻ എൻ്റെ ഫ്രണ്ടാണ്, ഇവിടെ വരും, നിന്നെ കാണും, എന്നെ കാണാൻ വരുന്നു എന്നുള്ള രീതിയിൽ നാട്ടുകാർക്ക് പ്രശ്നമില്ല, നമുക്ക് ആർക്കും പ്രശ്നമില്ല. എന്തായാലും ആണൊരുത്തിൻ്റെ സമീപമില്ലാതെ നീ വെറുതെ ഇരിക്കുകയാണ്. ഒന്നും വെറുതെ ഇരിക്കരുത് മോളെ, ആക്റ്റീവായിട്ടിരിക്കണം. ഈ പ്രായത്തിൽ പല കാര്യങ്ങളും ആസ്വദിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞത് നീ ഒന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അവൻ വരും, നിന്നെ സ്നേഹിക്കും. ആ സമയത്ത് നീ അങ്ങ് സമ്മതിക്കുക. ഞാൻ അപ്പുറത്തിരുന്ന് കണ്ണടയ്ക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ പലതാണ്. നിൻ്റെ കാര്യങ്ങൾ നല്ല വേശ്യ നടന്നു പോകും. നിൻ്റെ ഭർത്താവ് ഓർക്കുക, നിനക്ക് വേണ്ടി സമയം ചിലവഴിക്കാതെ മറ്റൊരുത്തിയുടെ കൂടെയാണ്. അപ്പോൾ അവന് മേൽ ചെയ്യുന്ന ഒരു മധുര പ്രതികാരമായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ സാമ്പത്തിക നില പാടെ മാറിപ്പോകും. നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. നീ ഇപ്പോൾ പുറത്തു പോയതോ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യാൻ പോയെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന 100 പേരുടെ ആട്ടുതുപ്പ് നീ കേൾക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇനി മുതലാളിമാരാരെങ്കിലും വിളിച്ച് നിന്നെ ഇത്തരം കാര്യത്തിൽ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യും? അവിടെ നിന്നിട്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ അത്തരം ജോലികളൊന്നും നിനക്കങ്ങോട്ട് ശരിയാകില്ല. ഇതാകുമ്പോൾ അച്ഛൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പെർമനൻ്റ് ഇൻകം കിട്ടുന്ന ഒരു കാര്യമാണ്. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇത് സമ്മതിക്കില്ല. അവളൊരു താടകയായിരുന്നു. പോയത് നന്നായി. ഇനിയെങ്കിലും നമുക്ക് ജീവിക്കാനുള്ളൊരു വഴി തെളിഞ്ഞു കിട്ടുകയാണെന്ന് വിചാരിക്കുമോളെ. പ്ലീസ്, നീ ഇങ്ങനെ പഴയ കാര്യങ്ങളും സത്യസന്ധതയും ചമഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ കാലത്ത് അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നിനക്കൊട്ട് വരുമാനം ഉണ്ടാക്കാനും പറ്റില്ല. നമ്മുടെ ജീവിതം കുളമാകാൻ പോവുകയാണ്. ഇത് ഒരു പുതുവഴിയാണ്. പ്ലീസ്, നീ ഒന്ന് സമ്മതിക്ക്. അവനും അതാണ് പറഞ്ഞത്. നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൻ നിനക്ക് വേണ്ടി എന്തും തരുമെന്നാണ്. എൻ്റെ പൊന്നുമോളെ, പ്ലീസ് ഒന്ന് സമ്മതിക്കൂ. നീ ഇപ്പം എന്നോട് അലറത്തുള്ളണ്ട, ചാടിക്കടിക്കാൻ വരണ്ട. 2 ദിവസം കഴിഞ്ഞ് നീ മറുപടി തന്നാൽ മതി. അയാൾക്ക് ഒരു കുറവുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു ലോട്ടറിയാണ്. പക്ഷേ നീ ഇങ്ങനെ മൂങ്ങയെപ്പോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഇപ്പം പറയാതെ ആലോചിച്ചിട്ട് ഒരു ഉത്തരം പറയാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മാച്ചി ഒന്ന് കൂട്ടിച്ചേർത്തു. വെറുതെ ഇങ്ങനെ കറിച്ചട്ടി അവിടെ ഇരുന്നിട്ടൊരു കാര്യമില്ല. കറി അടുപ്പത്ത് വെച്ച് വെക്കണം. എങ്കിലേ കറിച്ചട്ടിക്കും ഒരു ഗുണമുള്ളൂ. അച്ഛാ, എടി, നിനക്കും ആഗ്രഹങ്ങളില്ലേ? ആഗ്രഹങ്ങൾ നടക്കണ്ടേ? അവനൊരു കുഴപ്പമില്ലെന്നേ. അവൻ സൂപ്പറാണ്. നിൻ്റെ ഭർത്താവിനേക്കാൾ 2 മടങ്ങ് സുന്ദരനാണ്. അല്ലാതെ നിനക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണ്. ആണെങ്കിൽ നീ ചിന്തിക്കുക, അല്ലാതെ കിടന്നിളകാതിരിക്കുക. അവൻ്റെ കൈകൊണ്ട് നിനക്ക് കിട്ടിയതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ ചിന്തയ്ക്ക് വഴിമരുന്നിട്ടിട്ട് പോയി. ഞാൻ രാത്രി ആലോചിക്കുകയായിരുന്നു, എത്ര നാളായി ഭർത്താവിൽ നിന്നും ഒരു രസം അറിഞ്ഞിട്ട് വെറുതെ എൻ്റെ ജീവിതം പോവുകയാണ്. ഇന്ന് വരെ ഒരാണും എന്നെ കണ്ടിട്ട് സുന്ദരിയാണെന്ന് പറഞ്ഞ് പുകഴ്ത്തി എന്നെ ഇത്രയും അടുത്ത് കൊണ്ടുചെല്ലാനുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന് ഭർത്താവിൻ്റെയും അമ്മായിമ്മയുടെ ഒക്കെ കൂടെ ഞാൻ ജീവിച്ചു. എനിക്ക് പുറം ലോകത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഇപ്പോൾ ജോലിക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകാം. എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, അയാൾക്ക് മറ്റൊരു പെണ്ണിനെ വേണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശരീരം എന്തിനാണ് ഞാൻ വെറുതെ ഇട്ടിരിക്കുന്നത്? അവിടെ ആർക്കെങ്കിലും ഒരു കൂടൊരുക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഞാനെന്തിനാ അതില്ലാതാക്കുന്നത്? പണം അത് അത്യാവശ്യമാണ്. എവിടെ പോയെന്ന് പറഞ്ഞാലും പണത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്തിനും നമ്മൾ തയ്യാറാകുന്നത്. അത് വീട്ടിനുള്ളിൽ അത്രയും സ്വസ്ഥമായി അത്ര രഹസ്യമായിട്ട് നടക്കുമെങ്കിൽ അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ആഗ്രഹങ്ങളും നടക്കും, പണവും കിട്ടും, അംഗവും കാണാം, താളിയൊടിക്കാം. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഒരു സംശയം, ഇയാൾ ഭയങ്കര ആക്രാന്തക്കാരനാണ്. ഇനി ഉപദ്രവിക്കുന്ന വല്ല ടൈപ്പുമാണോ? സ്പെഷ്യൽ ടൈപ്പ് എന്തെങ്കിലും മോഹങ്ങളുള്ള ആളാണോ? വിചിത്രമായ സ്വഭാവമുള്ള ആൾക്കാരാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുക. അച്ഛനോട് ഞാൻ
ഇതൊക്കെ ചോദിച്ചിട്ടാണ് എസ് മോളിയത്. അച്ഛൻ പറഞ്ഞിടി അങ്ങനൊന്നുമില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ അവന് സംഭവിച്ചതാണ്. നിന്നെ ഒരിക്കലും അവൻ നോക്കില്ല, സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നിന്നെ പൂജിക്കാൻ ഞാനങ്ങ് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അച്ഛൻ എങ്ങനെയാണ് അച്ഛാ ഇത്ര പെട്ടെന്ന് മാറിയത്? അമ്മയുള്ളപ്പോൾ പൂച്ചയായിരുന്നല്ലോ. അപ്പം അച്ഛൻ പറഞ്ഞു, എടി ആ താടക ഉള്ളപ്പോൾ അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് നല്ലൊരു കൂട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നമുക്ക് ചാടിയിറങ്ങാം. നീ ഇപ്പോൾ എൻ്റെ കൂട്ട്, നിൻ്റെ കൂട്ട് ഞാൻ, അങ്ങനെ വിചാരിച്ചാൽ മതി. അമ്മായിച്ചിനും മരുമകളെന്നൊക്കെ ഉള്ളത് നമുക്കങ്ങ് മറക്കാം. നമുക്ക് നമ്മുടെ പ്രയോജനം അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ മകൻ ഉപേക്ഷിച്ചൊരു അച്ഛൻ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച ഒരു ഭാര്യ, അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. നമുക്ക് മുന്നേറാൻ പറ്റുപിടി എന്ന് പറഞ്ഞു. നീ ഒരുങ്ങിയിരുന്നോ? അവൻ ഇന്ന് തന്നെ വന്ന് തുടക്കം കുറിച്ചോട്ടെ എന്ന് പറഞ്ഞു. അച്ഛാ ഇന്ന് വേണോ? ഒരു പ്രശ്നവുമില്ല, നീ സൂപ്പറാണ്, നീ ഒരുങ്ങി നിൽക്കും മോളെ. ആ കുഞ്ഞിനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, അവൾ എൻ്റെ കൂടെ കിടന്നോളും എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ അച്ഛൻ തന്നെയാണ് മാനേജ് ചെയ്തത്. അന്ന് രാത്രി അയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നോട് കുറേ ക്ഷമാപണം നടത്തി. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, പെട്ടെന്ന് പ്രേമം പോലെ തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാലും ഞാനങ്ങ് പേടിച്ചു പോയെന്ന്. പേടിക്കേണ്ട കാര്യമില്ല, ഞാനൊരു പാവമാണ് എന്ന് പറഞ്ഞാണ് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചത്. ആ സമയത്ത് അയാളോട് എനിക്ക് ഒരു സഹതാപം തോന്നി, ഒരു സ്നേഹം തോന്നി. അയാൾ ഒരു മുല്ലവള്ളി പോലെയായിരുന്നു. എന്നെ പുണരുമ്പോൾ എനിക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മ വന്നു. എൻ്റെ ഭർത്താവ് ആദ്യമായി എന്നോട് സ്നേഹം പ്രകടിപ്പിച്ച നിമിഷം എനിക്കൊരു രണ്ടാം മധുവിധമായിട്ടാണ് ഇത് തോന്നിയത്. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഭർത്താവിനറിയാത്ത ഒത്തിരി സൂത്രവാക്യങ്ങൾ അറിയാവുന്ന ഒരു മന്മഥ മനോഹരനാണ് എൻ്റെ ഈ പുതിയ കാമുകൻ. അദ്ദേഹത്തിന് എന്നെ മാത്രം സങ്കല്പിച്ച് പല കാര്യങ്ങളും ചെയ്തു കൂട്ടാനാകും. എൻ്റെ ഭർത്താവ് അങ്ങനെയല്ല, സ്വന്തം കാര്യങ്ങൾ കൂടുതൽ നോക്കുന്നവനാണ്. പക്ഷേ വന്നതിഥി അങ്ങനെയല്ല. പൂന്തോട്ടമാകെ നട്ട് നനച്ച് പൂക്കളുണ്ടാക്കി പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന ഒരു മധുമനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഒന്നും പറയാനില്ലാതായി. ചേട്ടന് എന്തുമാകാം, എവിടെയുമാകാം. എൻ്റെ പൂന്തോട്ടത്തിൻ്റെ വേലിക്കെട്ടുകളെല്ലാം ഞാൻ പറിച്ചെറിയുകയാണ് എന്നുള്ള മെൻറ്റാലിറ്റിയായി. അദ്ദേഹം താളാത്മകമായി മുന്നേറിയപ്പോൾ ഞാനും കൂടുതൽ താളത്തിൽ ആടിയുലഞ്ഞു. ഇത് മുന്നേ നടക്കേണ്ടതാണ്. മുന്നേ പല സുന്ദരന്മാരും എൻ്റെ അടുത്ത് വരേണ്ടതായിരുന്നു. ഭർത്താവ് പോയി തുരയട്ടെ, ഏതെങ്കിലും സുന്ദരിയുടെ കൂടെ അവൻ ജീവിക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആദ്യം എനിക്കുണ്ടായിരുന്ന മാറ്റങ്ങളൊക്കെ മാറിപ്പോയി. പിന്നീട് അദ്ദേഹം വരുമ്പോൾ എനിക്കും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്. അദ്ദേഹം ചോദിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഞാൻ പല കാര്യങ്ങളും അനുഷ്ഠിച്ചു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 8-10 വട്ടമായപ്പോഴേക്കും അദ്ദേഹം എൻ്റെ ഹൃദയത്തിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും കുടിയേറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മായിച്ചൻ പറഞ്ഞു. കാര്യം ജാതിപരമായിട്ട് ഒട്ടും ചേർന്ന് പോകില്ല. അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ ഇനി വിപ്ലവമൊന്നും സൃഷ്ടിക്കാനും വയ്യ, പണവും സംരക്ഷണവും തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഡം വന്നു പോയ അന്ന് തന്നെ 2-3 ലക്ഷം രൂപ അവിടെ വെച്ചിട്ടാണ് പോയത്. പിന്നെ ചുരുക്കം പറഞ്ഞാൽ വരുമ്പോൾ ഞങ്ങൾക്ക് പണം കൊണ്ട് ആറാട്ടാണ്. അതിൽ പാതി എടുത്ത് അമ്മായിച്ചൻ്റെ പേര് സേവ് ചെയ്യും, ഞാൻ എൻ്റെ പേരിലും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ എഴുതുന്ന സമയത്തില്ലേ ഞങ്ങൾ ലക്ഷപ്രഭുക്കളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷേ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് പ്രേമമാണ്. എൻ്റെ ഭർത്താവായിട്ട് അദ്ദേഹം തന്നെ വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറേ വട്ടം പറഞ്ഞു നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞു കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇങ്ങനെ പോകാം. പുള്ളി വേറെ കല്യാണവും കഴിക്കുന്നില്ല, അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ബന്ധത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ എല്ലാം സേഫാണ്, വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അമ്മായിപ്പനാണെങ്കിലും പറഞ്ഞത്, എടി അദ്ദേഹം പറഞ്ഞത് നീ അനുസരിച്ച് അടങ്ങി നിന്നാൽ മതി. എൻ്റെ മകളൊരു ഡമ്മി ഭർത്താവായിട്ട് അവിടെ നിൽക്കും, നമ്മുടെ ഫാമിലി ഡമ്മിയായി അവിടെ നിൽക്കും, ഒരു പ്രശ്നവുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എനിക്ക് താലി കെട്ടി ഭാര്യയാക്കണം എന്നൊക്കെ എൻ്റെ മനസ്സങ്ങ് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ്. പക്ഷേ പുള്ളി അതിന് വിസമ്മതിക്കുകയാണ്. മാഡം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥയാണ് ഓർമ്മ വരുന്നത്. എന്നും താറാവ് പൊന്മുട്ടയിടും. അപ്പോൾ അവരോർത്തു, എന്നാൽ പിന്നെ താറാവിൻ്റെ വയറ് കീറി നോക്കാം, ഇഷ്ടംപോലെ മുട്ട കാണും. അങ്ങനെ കോടീശ്വരാകാം എന്ന് വിചാരിച്ച് വിഡിത്തം കാണിച്ച് അവസാനം കീറി നോക്കിയപ്പോൾ താറാവിൻ്റെ വയറ്റിൽ പൊന്മുട്ടയില്ല, താറാവ് ചത്തുപോവുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ സ്ഥിര വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ താലി കെട്ടണം, കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശല്യപ്പെടുത്തി ഉള്ളതും പോകും എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ദയവേത് അത്തരം
ഇത്തരം വെഡിതത്തിന് ഇറങ്ങിത്തിരിക്കരുത്. ഈ ഒരു സിറ്റുവേഷനോ കഥയോ അല്ലെങ്കിൽ സാഹചര്യമോ ഒന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല, നല്ലൊരു പ്രവണതയുമല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഭർത്താവിൻ്റെ രീതിയിൽ ശല്യം ഉണ്ടാക്കാതെ എവിടെയോ താമസിക്കുന്നു. നിങ്ങളും അമ്മായിപ്പനും തമ്മിൽ നല്ല കൂട്ട്. അയാൾ ഇവിടെ വരുന്നുമുണ്ട് പോകുന്നുമുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. അങ്ങേർക്കിപ്പോൾ നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റിയ സാഹചര്യമില്ല. എന്നിട്ടും സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ നിർബന്ധിച്ച് അയാളോട് പറഞ്ഞ് നിങ്ങൾ തമ്മിലുള്ള രസവും നഷ്ടപ്പെട്ട് ബന്ധവും നഷ്ടപ്പെട്ട് ഇനി അഥവാ നിർബന്ധം മൂലം കല്യാണം കഴിച്ച് അങ്ങേർക്കും ഫാമിലിക്കും തമ്മിൽ പ്രശ്നങ്ങളും ഉണ്ടായി അവസാനം ഉള്ള ഇൻപമെല്ലാം പോകും. ഇവിടെയും പ്രശ്നം, ചെന്നിടത്തും പ്രശ്നം. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴുള്ള മനസ്സമാനം മുഴുവൻ നഷ്ടപ്പെടും. ഇപ്പോൾ ലക്ഷപ്രഭു ആണെങ്കിൽ അന്നേരം പിന്നെ സീറോ പ്രഭുക്കളാകേണ്ടി വരും. അതുകൊണ്ട് ഇത്തരം വിഡിത്തങ്ങൾക്കൊന്നും പോകാതെ സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ മറ്റൊരാളുടെ ഒരു സാഹചര്യം അനുസരിച്ച്, നമ്മളെ സാഹചര്യം അനുസരിച്ച് വളരെ രഹസ്യമായി മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ബന്ധങ്ങളാണിതൊക്കെ. അല്ലാതെ അതിൽ സെൻറ്റിമെൻറ്റ്സും മറ്റു കാര്യങ്ങളും വഴക്കും വെക്കാനൊക്കെ കൊണ്ടുവന്നാലേ ഉള്ളതും നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. ഇത്തരം ചെയ്തികൾ ഒഴിവാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരുന്നു നല്ലത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിങ്ങൾ പിടിവാശിയും ഭയങ്കരമായ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിച്ച് ഉള്ള കഞ്ഞിയിൽ മണ്ണ് വാരി ഇടരുത്.